ഏവർക്കും നമസ്കാരം. 226 നമ്മുടെ ദർശന ക്ലബിന്റെ സ്നേഹ സംഗമമാണ് ഇന്ന് നടത്തുന്നത്. സ്വിമ്മിംഗ് ഗ്രൂപ്പാണ് ഇന്നത്തെ മീറ്റ് നയിക്കുന്നത്. നമ്മൾ ഏവർക്കും സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ശരീരം കൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ്. ആ സ്നേഹം നമുക്ക് കാണാവുന്നതാണ് ഓരോരുത്തരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലെയും. ഓരോ ദിവസം കഴിയുന്നതോടും നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കാം. പ്രാർത്ഥന ചൊല്ലുന്നതിനായി കുമാരി രതി ബാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാനുണ്ട്. നിത്യവിശുദ്ധായ കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധായ കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യും നാമേ ചിൻപുറങ്ങളിലൂടെ. അന്തിക്കിടയനെ കാണാതലയിടും ആട്ടിൻ പറ്റങ്ങൾ, ഞങ്ങൾ മേയും നാട്ടിൻ പറ്റങ്ങൾ. ഞങ്ങൾ നിത്യവിശുദ്ധായ കന്യാമറിയാമേ, നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ദുഃഖിതരായ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൽ മുന്നിൽ മുൾമൂടി ചൂടി കുരിശു ചുമന്നിടാൻ മുട്ടി വിളിക്കുന്നു ഞങ്ങൾ, ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധായ കന്യാമറിയാമേ, നീ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. താങ്ക് യു. വളരെ മനോഹരമായ പ്രാർത്ഥന ഗാനമായിരുന്നു. മാതാവിന്റെ സഹായത്തോടെ നമുക്ക് ഇന്നത്തെ യോഗം ആരംഭിക്കാം. സ്വാഗതം പറയുന്നതിനായി കുമാരി റോസ്ലി MD സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന 226 സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ എൻ്റെ പേരിലും ദർശന ക്ലബിൻ്റെ പേരിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്ന വികാരി സെന്റ് തോമസ് ചർച്ച് മലയാറ്റൂർ റവർ ഫാദർ ആൽബിൻ വെള്ളാഞ്ഞിയിൽ അച്ഛനെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നിരിക്കുന്ന റിട്ടയർഡ് വില്ലേജ് ഓഫീസർ, കർഷകൻ, പ്രകൃതി സ്നേഹി, പെരിന്തൽമണ്ണ പട്ടിക്കാട് അരിക്കണ്ടബാക്ക് ശ്രീ കുഞ്ഞി മുഹമ്മദ് സാറിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്ന റിട്ടയർഡ് അധ്യാപകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീകുമാർ മാഷിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാനെത്തിയിരിക്കുന്ന ഗ്ലോറിയ ഗ്രൂപ്പ് അംഗം കാസർഗോഡ് പരപ്പ ക്ലാര ജോസഫിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവതരണം നടത്തുന്ന ദർശന ക്ലബിന്റെ സെക്രട്ടറി റിൻസി ജെ പുളിക്കലിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ആലപിച്ച കുമാരി രതി ബാലിനെയും റിപ്പോർട്ട് വായിക്കുന്ന ലീന MGയെയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്ന ലീന MGയെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുവാനായി വന്നിരിക്കുന്ന റഹീന അബു പാവർട്ടി,
ദർശന ക്ലബിന്റെ PRO പിയൂസ് കോട്ടപ്പുറം ിനെയും ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമം മനോഹരമാക്കാൻ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി റോസേച്ചി. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ലീന ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്ന് രണ്ട് ആദ്യം തന്നെ നമ്മൾക്ക് നമ്മുടെ ദർശന ക്ലബിലെ ഒരു അംഗമായ മാതാളി പേരും അപ്പൊ ആ ചേട്ടന്റെ ആത്മശാന്തി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പൊ ആത്മശാന്തിക്കായിട്ട് ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്കൊരു അറിയിപ്പ്, 19-ാം തീയതി ദർശനയിലെ അവർ ലേഡി ഓഫ് സോറസിലെ അമ്മച്ചിമാര് ഒരു മലയാറ്റൂർ യാത്ര പോകുന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അവര് പോകുന്നുണ്ട്. അപ്പൊ അവരൊരു പ്രാർത്ഥനാ സഹായം, അവരുടെ യാത്ര നന്നായി ഇരിക്കുന്നതിനായിട്ട് ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ഒരു ടൂറൊക്കെ അടിച്ചു പൊളിച്ച് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഈ സ്നേഹ സംഗമം വീൽ ചെയർ ബാസ്കറ്റ് ബോളിന്റെ ആണ്. അപ്പൊ അവരതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായ ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ: ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീം, കാഴ്ച പരിമിതരുടെ ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ച പരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും നടത്തിവരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ് ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ് ബോൾ കളി പരിശീലിപ്പിക്കുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ നടത്തി വരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സഹായിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഉറവ ചലന പരിമിതർക്കും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വ്യതകൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നു. മാർഗദർശികൾ ഗ്രൂപ്പ് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ ചലനപരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായ 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവെക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ധൈര്യം സംഭരിക്കുന്നതിന് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു.
ദർശന യൂട്യൂബ് ചാനൽ. 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിയിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും ആത്മീയ ഉന്നമനത്തിനും വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ യൂട്യൂബിലൂടെ നടത്തിവരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അത്ലറ്റ് മീറ്റും, വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും കലോത്സവങ്ങളും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദസഞ്ചാര യാത്രകളും സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹ സംഗമം. എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തിവരുന്നു. വിവിധ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹ സംഗമത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് സ്നേഹത്തോടെ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണവും ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിൽ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തിവരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 11/10/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സാജി ജോൽസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 225ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന മീഡിയ ഗ്രൂപ്പാണ്. അവതരണം കുമാരി സീമ എൻ തോമസ്. പ്രാർത്ഥന ശ്രീമതി റിൻസി പുളിക്കൽ. സ്വാഗതം ശ്രീമതി മേരി ദീപ. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് കുമാരി ലീന MJ നാട്ടിക. അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. ഒരു അച്ഛന്റെയും മകന്റെയും കഥ. ആത്മവിശ്വാസവും സ്നേഹവും കൊണ്ട് കാഴ്ചയില്ലാത്ത മകൻ ഹാർമോണിയം വായിച്ച് അവാർഡ് നേടിയ കഥ. സ്നേഹം രോഗം മാറ്റുന്ന മരുന്നാണ്. ആത്മവിശ്വാസം മനുഷ്യനെ ഉയർത്തുന്ന ചിറകും. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ബിനീഷ് അച്ഛനാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരിൽ ഈശോയുടെ മുഖം കൊടുക്കുക. നന്മ നിറഞ്ഞ വാക്കുകളിൽ സംസാരിച്ച് സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. മുഖ്യ അതിഥിയായി എത്തിയത് ശ്രീ ബിജു CCA സാറാണ്. ഇമ്പാക്ട് കാലിക്കറ്റ് ആൻഡ് അസിസ്റ്റന്റ് മാനേജർ. ഭിന്നശേഷിക്കാരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അവർക്ക് വേണ്ട പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും ചെയ്യുന്നു. ഭിന്നശേഷിക്കാർ ഓരോ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. തന്റെ ജോലി വേഗം ചെയ്തു തീർത്ത ശേഷം മറ്റുള്ളവരുടെ ജോലി കൂടി ചെയ്തു തീർക്കാൻ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പയ്യനെ കുറിച്ച് പറയുകയും ചെയ്തു. തിരക്കിനിടയിലും സോളമനച്ച് സ്നേഹസംഗമത്തിൽ കയറി 14-ാം തീയതി നടക്കുന്ന വൈറ്റ് ഗെയിം ദിനാചരണത്തെ കുറിച്ച് സംസാരിക്കുകയും എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ആശംസ പറഞ്ഞത് ജിഫിൻ KJ ഇരിഞ്ഞാലക്കുട. ദർശന ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. പഠന മേഖലയെ കുറിച്ചായിരുന്നു ജിഫിൻ സംസാരിച്ചത്. ഭിന്നശേഷിയുള്ളത് കൊണ്ട് പഠിക്കാൻ പോകും മറ്റുള്ളവർ തന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. മുകളിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കോളേജിന്റെ പ്രിൻസിപ്പൽ അച്ഛൻ ക്ലാസ് താഴേക്ക് മാറ്റി തന്നു. ദർശനയിൽ വന്നത് വളരെ സന്തോഷം. വന്നവർക്കെല്ലാം ഐവിൻ ടൈറ്റസ് കൃത്യമായി നന്ദി പറഞ്ഞു. യോഗം വളരെ മനോഹരമായി അവസാനിച്ചു. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ലീന MJ നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? വളരെ വിശദമായ റിപ്പോർട്ടായിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ലീന ചേച്ചിക്ക് ഒരുപാട് നന്ദി. അടുത്തതായി നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ മലയാറ്റൂർ സെന്റ് തോമസ് ചർച്ചിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ആൽബിൻ വെള്ളാഞ്ഞിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഞാനിപ്പോ 2ാമത്തെ തവണയാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചത്. 2ാമത്തെ തവണയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിപ്പോ പള്ളിയിലില്ല, അതുകൊണ്ടാണ് ഈ ഒരു വേഷത്തില് നിങ്ങളെ കാണുക. നമ്മുടെ സുവിശേഷത്തില് ഈശോയെ പരിചയപ്പെടുന്നത് അവനെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുള്ള, വിശാലമായിട്ടുള്ള, ഹൃദയമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിട്ട് നമ്മൾ കാണുകയാണ്. ഒരിക്കലും ഈശോയെ കണ്ടുമുട്ടിയവര്, ഈശോയെ പരിചയപ്പെട്ടവരൊക്കെ പിന്നെ എന്തൊരു
അവനിൽ കണ്ട മാറ്റങ്ങൾ, അവനെ കണ്ട് പ്രചോദിതമായ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന വളരെ മനോഹരമായ ഒരു ജീവിത ശൈലി നമ്മൾ കാണുക. ഇന്ന് 200 ചെല്ലാനും ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് എന്ന് ആദ്യത്തെ ഭാഗത്തിൽ പറയുന്ന കേട്ടു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ വീണ്ടും നിങ്ങൾ കൂടാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനും ഈ ഉച്ച നേരത്ത് നിങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരിക്കലെങ്കിലും ഈശോയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകാം. ഈശോയെ പോലെ ഒത്തിരി മനുഷ്യരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അവര് പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതവും ഇതുപോലൊക്കെ തന്നെ. എന്താണോ അവർ കേട്ടത്, എന്താണോ അവർ മനസ്സിലാക്കിയത്, അത് അവരെ കാണുന്നവരിൽ കേൾക്കുന്നവരിലൊക്കെ പങ്കുവെച്ചു കൊടുക്കാണ്. നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ നിഴല് ഈ സ്ലീഹന്മാരുടെ നിഴല് പതിച്ചവരൊക്കെ പിന്നെ സൗഖ്യം പ്രാപിക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തില് ഇതുപോലുള്ള പുണ്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സാന്നിധ്യം, നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ ഈ പങ്കുവയ്ക്കല്, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ആകർഷകമാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ തുടക്കത്തെ നമ്മുടെ പ്രാർത്ഥനാ ഗീതം തന്നെ എടുത്തു നോക്കിക്കേ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നല്ല ഗായിക പാടുമ്പോൾ ചിലപ്പോൾ അതൊരു അവതരണമായിട്ട് മാറും. പക്ഷേ ആ ചേച്ചി പാടിയപ്പോ നമ്മള് എല്ലാവരുടെയും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ നമ്മൾ തന്നെ നിന്ന് വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മള് ആ വരികളിലൂടെ കടന്നുപോയി. അതാണ് ഈ ഒരു മീറ്റിംഗ് ക്രോഡീകരിക്കുന്ന നമ്മുടെ പ്രിൻസി ചേച്ചിയാണോ അറിയത്തില്ല, ചേച്ചി എടുത്ത് പറയുകയും ചെയ്തു അല്ലെ, വളരെ മനോഹരമായി ആ പാട്ടിലൂടെ പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ഒത്തിരി പേര് ആകർഷകമാകുന്നുണ്ട്, ഒത്തിരി പേര് അതിനെ വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഒത്തിരി മനുഷ്യരെ അവരുടെ ഹൃദയം കവരാനായിട്ട് ഇടയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. ഇത് ആഴ്ചയിൽ ഒന്ന് നമ്മളിങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറം ഇതൊന്ന് വളരണം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരുപക്ഷെ എല്ലാവരുടെയും കുടുംബ സാഹചര്യങ്ങൾ ഒരേപോലെ ആകണമെന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ പരസ്പരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെ ഒന്ന് മുൻകൈ എടുക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരെ അറിയാൻ, മറ്റുള്ളവരെ കേൾക്കാൻ, അവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരും മാറ്റിവെക്കുകയാണെങ്കിൽ അതൊത്തിരി നന്മയുള്ളതായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, ഈശോയെ കണ്ടുമുട്ടിയ സ്ലീഹന്മാര് അവര് നടന്നപ്പോ അവരുടെ നിഴല് പതിച്ചവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ആ വിശാലമുള്ള ഹൃദയം ഒത്തിരി പേരെ ആകർഷിക്കും. നിങ്ങൾക്കും ആ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയമുള്ള സോളമൻ അച്ഛൻ, ഒത്തിരി വിശിഷ്ട വ്യക്തികൾ ഇതിലുള്ളിലുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛ. ഒരുപാട് സ്നേഹം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് നല്ല ആശയങ്ങൾ നമ്മളടുത്ത് പങ്കുവച്ചു. കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടന കർമ്മം നേരത്തെ വെച്ചത്. നമ്മുടെ അത്യാവശ്യം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോളമൻ അച്ഛനാണ്. നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റും ഡയറക്ടറും അതുപോലെ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ നമ്മുടെ പ്രിയപ്പെട്ട സോളമൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അച്ഛാ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി ഒരു നല്ല സന്ദേശമൊക്കെ നൽകി. അപ്പോൾ അച്ഛ ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് വരാൻ കാണിച്ച ഒരു നല്ല മനസ്സ് കൂടെ ഇനിയും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നാളെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞങ്ങളൊരു 10-45 പേരാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ വലിയ സന്തോഷം. കുർബാനയൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഒരു 8-9 ഇടയ്ക്കാണ് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ കുർബാന ചെല്ലണമെന്നൊരു ആഗ്രഹമുണ്ട്.
ഞങ്ങളുടെ അവർ ലേഡി ഓഫ് സോറോസിൻ്റെ അമ്മച്ചിമാരായിട്ടുള്ളവരും അവരെ കൂടെ കുറച്ച് പേര് അനുഗമിക്കുന്നുണ്ട്. അതിന് മൊത്തം 45 പേരാണ് അവിടെ മൊത്തത്തിൽ എത്തിച്ചേരുക. അപ്പോൾ അച്ഛനെ കാണാമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം 2-3 ആഴ്ചകളായിട്ട് ഞാൻ പലപ്പോഴും ഇതിൽ കയറാറില്ല. ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ്. തിരക്കിനേക്കാളും അപ്പുറത്ത് നമ്മുടെ സാജു ക്ലബിൻ്റെ പ്രസിഡന്റ് കുറച്ചൊന്ന് മുന്നോട്ട് വരട്ടെ എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം കയറാതിരുന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഒന്ന് കയറി നിങ്ങളോട് കുറച്ച് കുശലാന്വേഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം വൈറ്റ് കെയിൻ ഡേ സെലിബ്രേഷൻ വർഷങ്ങളായിട്ട് 8ാമത്തെ വർഷമായിട്ട് നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ ആദ്യത്തെ വർഷം 2018 നമ്മൾ നടത്തിയിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഒരു വലിയ റാലിയൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. ഇത്രയും വലിയ വിപുലമായിട്ടുള്ള ഒരു റാലി അല്ലായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ദേവമാത സ്കൂളും മറ്റെല്ലാവരും ചേർന്നിട്ടായിരുന്നു നമ്മളത് ചെയ്തിരുന്നത്. പക്ഷേ അതിലേറെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത്. ഏകദേശം 300-ൽ പരം ഭിന്നശേഷിക്കാരെത്തിയിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് 300-ൽ താഴെ. ഞങ്ങളുടെ കണക്കുകളൊക്കെ ഭേദിച്ചുകൊണ്ടാണ് അത് 300-ൽ പരം ഭിന്നശേഷിക്കാർ അവിടെ എത്തിച്ചേർന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭിന്നശേഷിക്കാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. 300-ൽ പരം, 300-ന് 400-ന് ഇടയ്ക്കാണെന്ന് ഒരു കണക്കുണ്ട്. പിന്നെ നമ്മുടെ ഏകദേശം 1000-ൻ്റെ അടുത്തോളം നമ്മുടെ സാധാരണ കുട്ടികൾ, സ്കൂൾ ഗോയിങ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിമാരുണ്ടായിരുന്നു, അവർ ലേഡി ഓഫ് സോറസിലെ അമ്മച്ചിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലയൺസ് ക്ലബ്ബ് എല്ലാവരും സഹകരിച്ച് വൻ വിജയമാക്കി മാറ്റാനായിട്ട് സാധിച്ചു. ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ഈ ഒരു ദർശന സർവീസ് സൊസൈറ്റിക്ക് മറ്റുള്ളവരുടെ സഹകരണത്തോടെ അതും ഏറ്റവും ഗംഭീരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും, സഹകരിച്ചവർക്കും അല്ലാത്തവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ട്രെയിൻ ട്രസ്റ്റ് ആയിക്കോട്ടെ, ലയൺസ് ക്ലബ്ബ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഭിന്നശേഷി വ്യക്തികളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളായിട്ട് എല്ലാവരുടെയും വലിയ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിപുലമായിട്ട് നടത്താനായിട്ട് സാധിച്ചത്. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, അച്ഛാ അതിൻ്റെ തലേദിവസം ഒരു ദിവസം മുമ്പ് ഞായറാഴ്ച ഒരു അവിടെ വാക്കത്തോണുണ്ടായിരുന്നു, നമ്മുടെ ചൊവ്വാഴ്ചയായിരുന്നു, ബുധനാഴ്ച ഒരു വാക്കത്തോണുണ്ട്. അതിനേക്കാൾ ഏറെ ഗംഭീരമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത്രമാത്രം ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ടിടയായി ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളുടെ ഒരു സംരംഭമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അതൊരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ ഒരു വാക്കത്തോണായിട്ട്, അതായത് ഭിന്നശേഷിക്കാരും പലപ്പോഴും ഭിന്നശേഷിക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമായിട്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയഭൂമിയിൽ എല്ലാവരും ചേർത്ത് പിടിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറ്റാനായിട്ട് സാധിച്ചു. അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ നാഷണൽ ലെവലിലേക്ക് സ്വിമ്മിങ്ങിന് പോകുന്ന കുട്ടികളെല്ലാവരും പഠിച്ചു തുടങ്ങി. ഇന്നലെ മുതൽ വിമല കോളേജിലാണ്, പൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വലിയൊരു സഹകരണം നമുക്കുണ്ട്. വിമല കോളേജ് നമുക്ക് അവരുടെ പൂള് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രെയിനറും വിട്ടു തന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ വന്ന് പഠിക്കുന്നു. ഇനി 20 ദിവസം കൂടി പഠിച്ചു കഴിഞ്ഞാൽ, ഇനി പ്രവൃത്തി ദിനം എന്ന് പറയുമ്പോൾ 20 ദിവസം കൂടി ഉള്ളൂ. ഈ ദിവസങ്ങളോടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മുടെ ഹൈദരാബാദിലുള്ള അവിടെ ഒരു പൂളിൽ നാഷണൽ കോമ്പറ്റീഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 പേരോളാണ് ദർശനയുടെ നേതൃത്വത്തിൽ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ എത്ര പേരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും കേരളത്തിന് കുറച്ച് മെഡൽസ്, കഴിഞ്ഞ വർഷം വരെ 9 മെഡലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് 2 ഡിജിറ്റിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അത് കടക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ അവരെല്ലാവരും ഉന്നത വിജയമൊക്കെ മേടിച്ച മെഡലൊക്കെ സമ്പാദിച്ച് വരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് സ്പോൺസർഷിപ്പ് ഒന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നാളെ അവർ ലേഡി ഓഫ് സോറോസിൻ്റെ നേതൃത്വത്തിൽ നാളെ ഒരു പിക്നിക്ക് പോകുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് വളരെ സഹകരണത്തോടെ പോവുകയാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ വിജയിച്ച് വരാനായിട്ട്, സന്തോഷിച്ച് ഉല്ലസിച്ച് തിരിച്ചു വരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
അത് ഏറ്റവും പുതിയ വണ്ടി തന്നെയാണ്. ജയ്ഗുരു എന്ന ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. AC വണ്ടിയിലാണ് പോകുന്നത്. എല്ലാവരും ഒത്തിരി കോപ്പറേഷൻ നടത്തുന്നുണ്ട്. ഇന്നലെയും കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ നടന്നിരുന്നു. അതൊക്കെ ഏറ്റവും വിജയകരമായിട്ട് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാം ചിട്ടയോടും അടക്കത്തോടും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുന്നത്. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഈ വാക്കത്തോടൊക്കെ ഇത് ഭംഗിയായിട്ട് നടക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നടക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ 23-ാം തീയതി ഈ മാസം 23-ാം തീയതി ഷൊർണൂർ വ്യാഴാഴ്ചയാണ് ഷൊർണൂരിലുള്ള കാർമൽ സ്കൂളിൽ വെച്ച് വീൽ ചെയർ ബാസ്കറ്റ് ബോളിൻ്റെ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിന്നും നമുക്ക് നമ്മുടെ വീൽ ചെയർ ബാസ്കറ്റ് ബോളിന് ഒരു ക്ഷണം കിട്ടിയിരിക്കുന്നു. അവിടെ ചെന്ന് ഫ്രണ്ട്ലി മാച്ച് അവിടെ കണ്ടക്ട് ചെയ്യുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ സ്കൂൾ ആണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതും ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ തൃശ്ശൂരും കടന്ന് അങ്ങനെയൊക്കെ പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അവസരം. അപ്പോൾ അതുപോലെ ഇതുപോലെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം പലർക്കായിട്ട് വിഭജിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. അതെല്ലാം കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇത്രയും ഒരു മൈലേജ് നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ വാക്കത്തോണ്ട സമയത്തൊക്കെ നമ്മുടെ ദർശനാന്തമൊക്കെ നമ്മൾ പ്ലേ ചെയ്യിപ്പിച്ചിരുന്നു. അതൊക്കെ ജോസേട്ടൻ്റെ സ്വരമൊക്കെ പ്രകമ്പനം കൊണ്ടിരുന്നു. വാക്കത്തോണ്ടിൽ മൊത്തം അതൊക്കെ ജോസേട്ടൻ്റെയും മിനി ഔസേപ്പിൻ്റെയും ഒക്കെ വാക്കുകളൊക്കെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെ നമ്മൾ കൊച്ചു പ്രവൃത്തിയാണെങ്കിലും അത് നന്മയായിട്ട് കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നെയും പ്രോത്സാഹനം ഉണ്ടാവും. ആ ഒരു കൊച്ചു പ്രവൃത്തി തിന്മയായി കാണാനെങ്കിലോ നമ്മളൊക്കെ കീഴ്പോട്ട് പോകുള്ളൂ. അപ്പോൾ അത് എന്നും നന്മയായിട്ട് കാണുക. കൊച്ചായാലും വലുതായാലും അതെല്ലാം നന്മയായിട്ട് പരിണമിച്ചു എന്നുള്ളത് ചിത്രീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് വേറെ എന്തായിരുന്നാലും നമ്മുടെ ഈ സ്നേഹ സംഗമം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇവിടെ പല കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളിൻ്റെ കാര്യങ്ങൾ നടന്നു. വേറെ ഒത്തിരി കൊച്ചു കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ പ്രസക്തമല്ല. എങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അത്ലറ്റ് മീറ്റ് അടുത്ത മാസം 5th സാറ്റർഡേ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം 5th സാറ്റർഡേ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരമായിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുക. അതിനെ തുടർന്ന് ഡിസംബർ മാസത്തിൽ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് നമുക്ക് അതിൻ്റെ അത്ലറ്റിൻ്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ ആദ്യമായിട്ടായിരിക്കാം ഈ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ നമ്മുടെ ബാഡ്മിൻ്റൺ ടീം ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ പവർ ലിഫ്റ്റിങ്ങിൻ്റെ 1-2 പേരെങ്കിലും അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഏതൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ ചാടി വീണ് ചെയ്യുവാനായിട്ടുള്ള ഒരു മനസാക്ഷി നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി വേറെ എന്താണ് ഞാൻ ഓർക്കാതെ പോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാത്തിനും സഹകരിക്കുക. അപ്പോൾ ഒത്തൊരുമിച്ച് നീങ്ങുമ്പോഴുണ്ടാകുന്ന അനുഭവം അത് അത്രയേറെയാണ്. അപ്പോൾ അത് ഇനിയും തുടർന്ന് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്നേഹ സംഗമത്തിൻ്റെയും ഇന്നേ ദിവസത്തിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സ്നേഹം അച്ചു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ വിജയത്തിന് കാരണം നമ്മുടെ സോളമനച്ചന്റെ ദീർഘവീക്ഷണവും സ്നേഹവും കരുതലുമാണ്. അദ്ദേഹത്തിന് 1000 സൈക്കോ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിലെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീകുമാർ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തെ അതുപോലെ ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ സ്നേഹവും ക്ഷണിക്കുകയാണ്. ശ്രീകുമാർ സാർ. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ തൊടുപുഴയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ദീർഘകാലം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ അധ്യാപകനായി ജോലി ചെയ്ത ശേഷം റിട്ടയർ ചെയ്ത് ഇപ്പോൾ തൊടുപുഴയിലാണ് താമസം. സമൂഹത്തിലെ ചെറിയ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ റിപ്പോർട്ട് വായിച്ച് കേട്ടപ്പോൾ ഏറെ അത്ഭുതവും അഭിമാനവും സന്തോഷവും തോന്നി. കാരണം ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിലായിട്ട് ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ദർശന ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള അറിവ് ഏറെ സന്തോഷകരമാണ്.
നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഭിന്നശേഷി സുഹൃത്തുക്കളെ ഇന്ന് സമൂഹവും ഗവൺമെന്റുകളും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങളും പദ്ധതികളും സാമ്പത്തികവും ഒക്കെ അനുവദിച്ചുകൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടേതായ ഒരു കൈത്താങ് കൂടി ദർശന ക്ലബിന്റെ ഭാഗമായി നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പണ്ട് കലാഭവനിലെ ഒരു ആബേൽ അച്ഛനുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്, പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. അദ്ദേഹം ഈശ്വരനെ തേടി നടന്ന ഒരു പാട്ട്, എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടാണ്. അതിൽ അവസാനത്തെ വരിയാണ് ഏറെ പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. ഈശ്വരനെ അവസാനം നമ്മുടെ ഹൃദയത്തിലാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഈശ്വരന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളില് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവസാനം ഈശ്വരന്റെ സാന്നിധ്യം അറിഞ്ഞത് ഹൃദയത്തിലേക്ക് നോക്കിയപ്പോഴാണ്. അപ്പൊ നമ്മുടെ ഹൃദയം പരിശുദ്ധമാവുക, മറ്റുള്ളവന്റെ നന്മയും അവന്റെ സന്തോഷവും ലാക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മളെ ഈ എളിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ പരിപാടി വീണ്ടും പങ്കെടുക്കുവാനും ആഗ്രഹമുണ്ട്. നിങ്ങളോട് ചേർന്ന് നിൽക്കുവാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനുമുള്ള സന്തോഷപൂർവ്വം എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ദർശന ക്ലബിനും അതിൻ്റെ പുരോഹിതന്മാരായ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന എല്ലാ ആളുകൾക്കും സന്തോഷപൂർവ്വമുള്ള ഒരു അഭിവാദനം അറിയിച്ചുകൊണ്ട്, ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സ്നേഹം. നല്ലൊരു സന്ദേശമാണ് നൽകിയത്. നല്ല മനസ്സിനുടമകളായിരിക്കുക എന്നുള്ള ആശയം. ഒരുപാട് സ്നേഹം. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഇനിയുള്ള ഞങ്ങൾ മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അടുത്തതായി നമ്മുടെ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ക്ലാര ജോസഫാണ്. ഗ്ലോറിയ ഗ്രൂപ്പ് അംഗമാണ്. ക്ലാര മാമിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്റെ പേര് ക്ലാര ജോസഫ്. കാസർഗോഡ് ജില്ലയിൽ പരപ്പയിലാണ്. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 3.5 വയസ്സിൽ പനി വന്ന് തളർന്നു പോയതാണ്. ഇപ്പോൾ എനിക്ക് നടക്കാൻ കഴിയില്ല. എന്റേതായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ 6 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ മരിച്ചുപോയി. ബാക്കി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവരാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. ചാച്ചൻ മരിച്ചിട്ട് 20 വർഷമായി. അമ്മയുണ്ട്. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം വീട്ടിലിരുന്ന് പഠിച്ച് ഞാൻ പരീക്ഷ എഴുതിയ SLC പാസ്സായതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കാറുണ്ട്, കവിതകളാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും നല്ല ഇതായിട്ട് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. തുടർന്ന് പഠിക്കാൻ പറ്റാത്തത് ചെറിയൊരു വിഷമം ഉണ്ടെന്നേ ഉള്ളൂ. മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. മുട്ടുകുത്തി നടക്കും. പുറത്തേക്ക് പോകണമെങ്കിൽ മറ്റൊരാൾ വണ്ടിയിൽ എടുത്തിരുത്തണം. വേറെ വണ്ടിയില്ല. അങ്ങനെ അവര് കൊണ്ടുപോകുമ്പോൾ പോകാറുണ്ട് എല്ലായിടത്തും. അങ്ങനെ പോയി ഇത്തിരാറൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. താങ്ക് യു. താങ്ക് യു ക്ലാര. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരുപാട് സ്നേഹം. നമ്മുടെ ഈ യോഗത്തിന് നന്ദി പറയുന്നതിനായി കുമാരി റഹീന അബു പാവർട്ടിയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. റഹീനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓഡിയോൾ അല്ലേ? ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടന്നു വരുന്ന 226ാമത് സ്നേഹസംഗമത്തിൽ നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷ, നമ്മുടെ ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും നട്ടെല്ലായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റവറൻ ഫാദർ സോളമൻ അച്ഛൻ കടപ്പാട്ടുപറമ്പിൽ അച്ഛന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ റവറൻ ഫാദർ ആൽബിൻ വെള്ളാനി അച്ഛൻ നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് ഒത്തിരി അഭിനന്ദിച്ചും ഒത്തിരി നല്ല വാക്കുകൾ തന്ന് നമുക്ക് നല്ല വാക്കുകൾ സമ്മാനിച്ച ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അച്ഛന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.
നന്ദി അറിയിക്കാനുള്ളത് മുഖ്യ അതിഥിയായി നമുക്ക് എത്തിച്ചേരാമെന്നേറ്റ ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറിന്റെ അഭാവത്തിൽ സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇന്ന് എത്തിച്ചേർന്ന റിട്ടയർഡ് ടീച്ചർ, ചാരിറ്റി പ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ സാർ നമുക്ക് നല്ല മെസ്സേജ് തന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അറിയിച്ചും അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ ദർശന ക്ലബിന്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മളിൽ ഒരാളായി തന്നെ നമ്മൾക്ക് ആശംസ അർപ്പിക്കാൻ വന്ന ക്ലാര ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഷെയർ ചെയ്ത് തന്നു. ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് റിപ്പോർട്ട് വളരെ വ്യക്തമായും കൃത്യതയോടും കൂടി നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച ലീന MJ നാട്ടിക മാഡത്തിന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്നേഹസംഗമത്തിൽ ഇന്ന് സന്നിഹിതരായ എല്ലാവരെയും വളരെ ഭംഗിയായി സ്വാഗതം ആശംസിച്ച കുമാരി റോസ്ലി MD മാഡത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ സ്നേഹസംഗമം വളരെ ഭംഗിയായി അവതരണം ചെയ്ത റിൻസി J പുളിക്കൽ, ദർശന ക്ലബ് സെക്രട്ടറി, മാഡത്തിന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഞാൻ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ഇന്നത്തെ സ്നേഹസംഗമത്തെ ഭക്തിയുടെ നിറവിൽ ആരംഭം കുറിച്ച കുമാരി രതി ബാലൻ മാഡത്തിന് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ സംഗമം ഭംഗിയാക്കാൻ എത്തിച്ചേർന്ന ഓരോ ഗ്രൂപ്പ് അംഗങ്ങളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് റഹീന. താങ്ക് യു സോ മച്ച്.